അമ്മായിയമ്മ മരുമക്കൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുമ്പോ ഓരോ പെൺമക്കളോടും ഓരോ ആൺമക്കളോടും പറഞ്ഞു കൊടുക്കണം, മോളെ നിനക്കൊരു അഡ്രസ് ഉണ്ടായത് നിന്റെ ആണ് നിനക്ക് മഹർ തന്നപ്പോഴാ. ആ ആണിനെ നിനക്ക് എവിടുന്ന് കിട്ടിയതാ? ഒരു ഉമ്മ, ആ ഉമ്മ നൊന്തു പെറ്റ മകനാ, പെറ്റവയറിന്റെ നോവോടുകൂടി പോറ്റി വളർത്തിക്കൊണ്ടുവന്ന മോന. ആ മോനെ നിനക്കൊരു അഡ്രസ്സിനായി ആ ഉമ്മ തന്നിട്ടുണ്ടെങ്കിൽ ആ ഉമ്മയിലുള്ള പോരായ്മകൾ സഹിച്ച് ക്ഷമിച്ച് ആ ഉമ്മാനെ സ്നേഹിക്കാൻ നിനക്ക് പറ്റണം. അല്ലാതെ കെട്ടിയതിന്റെ 4ാമത്തെ ആഴ്ച എങ്ങനെയെങ്കിലും തലേണ മന്ത്രം നടത്തി എന്റെ ആണിനെയും വിടർത്തി ഒരു 4.5 സെന്റോ 5 സെന്റോ വാങ്ങി രക്ഷിതാക്കളെ അവഗണിക്കുന്ന ഒരു മനോഭാവം, ഒരു ചിന്ത ഒരു മക്കൾക്കും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സ്നേഹിക്കാൻ ആൺമക്കളാണോ ആ ആൺമക്കളുടെ ഭർത്താക്കൾ ഉമ്മമാരോട് തന്റെ അമ്മായിയമ്മ എന്ന നിലക്കല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മോളെ നിന്റെ മാതാപിതാക്കൾ അതേപോലെ തന്നെ നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കൾ രണ്ടുപേരും നിനക്കൊരുപോലെ തുല്യരാ. എനിക്കൊരു പെണ്ണിനെ തന്നതും എന്റെ കുടുംബത്തിൽ എന്റെ അംഗസലം വർദ്ധിപ്പിച്ചതും എന്നെ വാപ്പ എന്ന് വിളിക്കാൻ എനിക്കൊരു പൈതലുണ്ടായതും എന്റെ പെണ്ണിന്റെ വേദന കൊണ്ടാണെങ്കിൽ ആ പെണ്ണിനെ കൈപിടിച്ചു തരുമ്പോ എന്റെ മകളെ ഞാൻ നിനക്ക് തന്നു എന്ന് 19-20 കൊല്ലം പൊന്നുപോലെ നോക്കിയ ആ മകളെയാണ് എനിക്ക് തന്നതെങ്കിൽ ആ പെണ്ണിനെ ഞാൻ മരണം വരെ പൊന്നുപോലെ നോക്കണം. ആ ഉമ്മാനെയും വാപ്പാനെയും ഞാൻ അമ്മോശാക്കയും അമ്മായിയുമായിട്ടല്ല കാണേണ്ടത്, സ്വന്തം രക്ഷിതാക്കളായിട്ട് കാണണം. അതാണ് ഇസ്ലാമിന്റെ ബന്ധം. ഓരോ രംഗത്തും ആ ബന്ധങ്ങളൊക്കെ ഇന്ന് അകലത്തിലായിക്കൊണ്ടിരിക്കുകയാ. മുഖത്തോട് മുഖം നോക്കാത്തവരുണ്ട്, സലാം പറയാത്തവരുണ്ട്, പറഞ്ഞ സലാം മടക്കാത്തവരും ക്ഷണിക്കാത്തവരും ക്ഷണം സ്വീകരിക്കാത്തവരുമുണ്ട്. ലോകത്തിന്റെ തിരുദൂതൻ പറഞ്ഞ വാക്കുകൾ സത്യമാകുന്ന രൂപത്തിൽ അവനുണ്ടെങ്കിൽ ഞാൻ അങ്ങട്ടില്ല എന്ന് വാശി പറയുന്നവരുണ്ട്. അവൻ എന്നോട് സംസാരിച്ചാൽ ഞാൻ പിന്നെ അവിടെ നിൽക്കില്ല എന്ന് പക പറയുന്നവരുണ്ട്. അവസാനം വയക്കും വക്കാണവും പിണക്കവും ഏതുവരെ നമ്മൾ കൊണ്ടു നടക്കും? മരണം വരെ. അവസാനം മരിക്കുന്ന സമയത്ത് പോലും ആ പിണക്കം നമ്മൾ മാറ്റാറില്ല. അല്ലേ? മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ മയ്യത്ത് പങ്കെടുത്തപ്പോ 2 ആഴ്ചകൾക്ക് മുൻപ് ആ മയ്യത്തിനെ കബറിലേക്ക് വെക്കുന്ന സമയത്ത് ആ കബറിലേക്ക് വെക്കുന്നതിന്റെ അരികിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്. ആ മയ്യത്തിനെ നോക്കിയിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടിയ മനുഷ്യനാ, അവസാനം കിടക്കുന്ന കിടപ്പ് കണ്ടോന്ന്. അത്രേ ഉള്ളൂ മനുഷ്യരെ ദുനിയാവിൽ. എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും കാണിച്ചു കൂട്ടിയാലും 6 അടി മണ്ണിലേക്ക് മടങ്ങിപ്പോകേണ്ടവർ. ആ ബന്ധങ്ങൾ ഇന്ന് പലരും അലോഗ്യത്തിലാ. ഈ കൂട്ടത്തിലുണ്ടാകും പലരുമായിട്ട് അലോഗ്യം കൊണ്ടു നടക്കുന്നവര്. വാപ്പാനോട്, ഉമ്മാനോട്, വേലിക്കപ്പുറത്തുള്ള അയൽവാസികളോട്, കുടുംബക്കാരോട്, ബന്ധക്കാരോട്, മകൻ കെട്ടിയ വീട്ടുകാരോട്, മകളെ കെട്ടിയ വീട്ടുകാരോട്, ഓരോ ബന്ധങ്ങളും ചെറിയ കാരണത്തിന്റെ പേരിൽ തമ്മിൽ അകന്നു നടക്കുന്ന ആളുകൾ. എന്തേ പിണങ്ങാനുള്ള കാരണം? നാട്ടുകാർക്കിടയിൽ ചില കാര്യങ്ങൾ പറയുമ്പോ ചില ആളുകൾ പിണങ്ങാനുള്ള കാരണം പറയുന്നത് എല്ലാരെയും 1.5 മാസോ 1 മാസം മുൻപേ കല്യാണം വിളിച്ചു, എന്നെ മാത്രം വിളിച്ചത് ഒരാഴ്ച മുൻപാ. അതാ ആ കല്യാണത്തിന് നമ്മൾ പോകാതിരിക്കാനുള്ള കാരണം. അതാ ആ കുടുംബക്കാരുമായിട്ട് പിണങ്ങാനുള്ള കാരണം. മരിച്ച വാപ്പാന്റെ വീതം വെച്ച സ്വത്തിൽ അതിരിട്ട കല്ലിന്റെ പേരിലാ മക്കള് തമ്മിൽ തെറ്റിയത്. അല്ലെങ്കിൽ കയറി വന്നപ്പം ക്ഷണിക്കപ്പോ സൽക്കാരം കുറച്ചു കുറഞ്ഞുപോയി, ആ സ്വീകരണത്തിൽ ഒരു കുറവ് വന്നു എന്ന കാരണത്തിന്റെ പേരിലാ പിണക്ക്. സ്വന്തം മകൻ കെട്ടിയ ഭാര്യന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നത് കുറഞ്ഞുപോയി എന്ന കാരണത്തിന്റെ പേരിലാ പിണക്ക്. ഇങ്ങനെ പലതിന്റെ പേരിലും പിണക്കം നടത്തി ജീവിക്കുന്നവര് ആ പിണക്കം മാറ്റുന്നത് എപ്പോഴാണെന്നറിയാവോ? മരിച്ചു കിടന്നാല്. ഇന്ന് ഈ പ്രദേശത്ത് തമ്മിൽ പിണങ്ങുന്ന നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവനുമായിട്ട് നല്ല അലോഗ്യത്തിലാന്ന് ബോധ്യമുണ്ടെങ്കിലും ഈ ആയുസ്സുള്ളപ്പോഴൊന്നും നമ്മൾ പോവില്ല. അവസാനവും മരിച്ചു, ഇന്ന് അഹമ്മദ് മരിച്ചു, അല്ലെങ്കിൽ ജബ്ബാർ മരിച്ചു എന്ന് കേൾക്കുമ്പോ ഒന്ന് പോയി കണ്ടു കളയാന്ന് കരുതി മക്കളെയോ അല്ലെങ്കിൽ കുടുംബത്തിനെയോ കൂട്ടി ആ മയ്യത്തിന്റെ അടുത്ത് ചെല്ലും. ആ മുഖത്തേക്കൊന്ന് നോക്കും. ആ മുഖത്ത് നോക്കിയ ഒരു മറുപടി നിങ്ങൾക്ക് കിട്ടൂല. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഒരു പൊരുത്തം വാങ്ങാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. ആയുസ്സുള്ളപ്പോ പോകാതെ മരിച്ചതിന് ശേഷം പോകാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ആയുസ്സുള്ളപ്പോ കയറി ചെല്ലാൻ, ഒന്ന് കൈ പിടിക്കാൻ, ഒന്ന് ലോക്യം പുതുക്കാൻ എന്തിനാ മനുഷ്യരെ നമുക്ക് മടി? നമ്മൾ അത്രമാത്രം വലിയവന്മാരായി പോയോ? അല്ലാഹുത്താല നമ്മളോട് പൊറുക്കുന്നില്ലേ, ക്ഷമിക്കുന്നില്ലേ? ഒരുപാട് പാപത്തിന്റെ സാഗരം ചെയ്തിട്ടും അള്ളാഹു നമ്മളോട് കാരുണ്യം കാണിക്കുന്നില്ലേ? നട്ടപ്പാതിര നേരത്ത് 12 മണി വരെ TV കണ്ട് അർദ്ധമയക്കത്തിന്റെ കണ്ണുമായി
തോന്നിവാസത്തുള്ളലുകളും കണ്ട് കിടക്കുമ്പോ, വയറ് നിറഞ്ഞ ഭക്ഷണത്തോടെ കിടക്കുമ്പോ അല്ല ആ ആമാശയം ദഹിപ്പിച്ചു തന്നിട്ടില്ലേ? നേരം വെളുക്കുമ്പോഴേക്കും ആവശ്യമുള്ളത് വിസർജ്യ ഭാഗത്തേക്കും ആവശ്യമുള്ളത് ശരീരത്തിന്റെ പല ഭാഗത്തേക്കും അല്ല നമുക്ക് ദഹിപ്പിച്ചു തന്നിട്ടില്ലേ? നേരം വെളുക്കുന്ന സമയത്ത് കിടക്കപ്പായയിൽ നിന്നും ആഞ്ഞു വലിക്കാൻ ശ്വാസം റബ്ബ് തന്നിട്ടില്ലേ? ആ അല്ല നമ്മളോട് പൊറുത്തിട്ടില്ലേ? അല്ല നമ്മളോട് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലേ? അള്ളാന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂല് പോലും മനുഷ്യ സമുദായത്തോട് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലേ? ഒരിക്കൽ ഗനീമത്ത് സ്വത്ത്, യുദ്ധസ്വത്ത് വീതിച്ചു കൊടുക്കുമ്പോ ഒരു സഹാബിക്ക് കൊടുത്തത് അല്പം കുറഞ്ഞുപോയി. ഉടനെ അദ്ദേഹം തന്റെ ആളുകൾക്കിടയിൽ നിന്ന് 1000 സഹാബത്ത് കൂടി നിൽക്കുമ്പോ റസൂലുള്ളാന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, മുഹമ്മദേ, നിന്റെ വാപ്പാന്റെ മുതലൊന്നും അല്ലല്ലോ നീ ഇങ്ങനെ കണക്കാക്കി കൊടുക്കാൻ? തിരുദൂതൻ തിരിച്ചു പുഞ്ചിരിയോടെ പറഞ്ഞു, എന്റെ വാപ്പാന്റേതായിരുന്നെങ്കിൽ നീ ആഗ്രഹിക്കുന്നത്ര ഞാൻ തരുമായിരുന്നു. അല്ല പൊറുത്തിട്ടുണ്ട്, വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. അള്ളാന്റെ പ്രവാചകൻ പൊറുത്തിട്ടുണ്ട്, വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. മരിക്കുന്നതിന്റെ തലേ ദിവസം 2 ദിവസം മുൻപ് മദീനത്തെ പള്ളിയിൽ വന്ന് അള്ളാന്റെ തിരുദൂതൻ എല്ലാവരോടും നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ട് യാത്ര ചോദിച്ച് പൊരുത്തം വാങ്ങിയിട്ടുണ്ട്. ആ റസൂലിനേക്കാൾ, ആ അള്ളാനേക്കാൾ വലുതാണോ ഞാനും നിങ്ങളും? പിന്നെന്തേ നമുക്ക് തോൽക്കാൻ ഒരു മടി? പിന്നെന്തേ കുടുംബബന്ധം കൂട്ടിച്ചേർക്കാൻ ഒരു മടി? അവസാനം മരിച്ച് മണ്ണോട് ചേരുന്നതിന്റെ മുൻ വ്യത്യസ്തത നിറഞ്ഞ ഇത്തരം പ്രഭാഷണങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ഇസ്ലാമിക് സ്പീച്ച് എന്ന ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക.